നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. തളിപ്പറമ്പിൽ വൻ തീപിടുത്തം. കത്തിയമർന്നത് ശാതുലിപ്പള്ളിയിലെ മുതുകുടെ വെളിച്ചെണ്ണ മില്ല്. തീ പടർന്നത് പുലർച്ചെയോടെ. ഫയർഫോഴ്സ് എത്തി തീയണച്ചത് അതിസാഹസികമായി. ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റ് വിവാദത്തിൽ പ്രതികരണവുമായി കെ രാഗേഷ്. വിവാദം ദൗർഭാഗ്യകരം. തന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിന് ദിവ്യയെ സൈബർ ലോകം ഒറ്റപ്പെടുത്തുന്നു. ഇതെന്തു മര്യാദ എന്നും കെ രാഗേഷ്. കുതിച്ചുപാഞ്ഞ കേറ്ററിംഗ് മേഖല കിതക്കുന്നു. അവശ്യ സാധനങ്ങളുടെ അമിതവില തിരിച്ചടിയായി എന്ന് AKCA. അനധികൃത കേറ്ററിംഗുകാരുടെ കടന്നുകയറ്റത്തിന് തടയിടണമെന്ന് പി ജോയി. വാർത്തകൾ വിശദമായി. തളിപ്പറമ്പ് മാർക്കറ്റിൽ വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തം. മുതുകുട ഓയിൽ മില്ലിൽ ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. തളിപ്പറമ്പ്, കണ്ണൂർ, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. 1 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടെന്നാണ് വിവരം. മെയിൻ റോഡിൽ പ്രവർത്തിക്കുന്ന മുതുകുട ഓയിൽ മില്ലിനാണ് തീപിടിച്ചത്. പുലർച്ചെ 2ഓടെ ആരംഭിച്ച തീ അണയ്ക്കാൻ ഏറെ നേരത്തെ ശ്രമം ആവശ്യമായി വന്നു. തളിപ്പറമ്പ് അഗ്നിശമന സേനയും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സേനാംഗങ്ങളുമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മുകൾ നിലയിലാണ് തീപിടുത്തം ആരംഭിച്ചത്. ഉടൻ തന്നെ നാട്ടുകാർ അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. തളിപ്പറമ്പ് പോലീസും സ്ഥലത്തെത്തി. വ്യാപാരി നേതാവ് KS റിയാസിന്റെ നേതൃത്വത്തിൽ വ്യാപാരി നേതാക്കളും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിഷുക്കണി പരിപാടിയുടെ ഭാഗമായി മുണ്ടേരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിലും വായനശാല രൂപീകരിച്ചതിൻ്റെ പ്രഖ്യാപനം മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്നു. MP ഗോവിന്ദൻ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ മുന്നോടിയായി കുടുക്കിമുട്ടയിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥയിൽ അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വിശ്വാസപരമായ രൂപത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നതിന് നമ്മൾ പര്യാപ്തമാകുക, നമ്മളതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക എന്നുള്ളത് ആവശ്യമാകുമ്പോൾ ഗ്രന്ഥശാലകൾ, ഡിജിറ്റൽ സംവിധാനം, അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെയാണോ ലൈബ്രറിമാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നമ്മളും വായനശാല പ്രസ്ഥാനവും ഗ്രന്ഥശാല പ്രസ്ഥാനവും പുസ്തക വായനയും പഠനവും എല്ലാം മാറ്റത്തിന് വിധേയമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വായിക്കുകയും പഠിക്കുകയും ചെയ്യാതെ നമുക്ക് മുന്നേറാൻ സാധിക്കുന്നതല്ല. നമ്മൾ ഈ കേരളത്തിലായാലും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിലായാലും നല്ല ഐക്യമുള്ളവരാണ് കേരളത്തിലുള്ളത്. നല്ല ബുദ്ധി, ലോകോത്തര ബുദ്ധിയാണ് കേരളീയർക്കുള്ളത്, മലയാളികൾക്കുള്ളതെന്ന് ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായി. നമ്മുടെ ആളുകൾക്ക് ഈ ലോകത്തിൻ്റെ ഏത് പ്രൊജക്റ്റിൻ്റെയും ഭാഗമായിട്ട് ഒരു സ്ഥാനമുണ്ട് ഇപ്പോൾ. അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ്. ലോകത്തെവിടെയായാലും അത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന സ്കില്ലിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പഠനത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു പശ്ചാത്തലം തന്നെയാണ്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി ശിവദാസൻ MP ആമുഖ പ്രഭാഷണം നടത്തി. സംഘാടക സമിതി കൺവീനർ P ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. മുൻ MP കെ രാഗേഷ് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ VK സുരേഷ് ബാബു, പീപ്പിൾസ് മിഷൻ കൺവീനർ TK ഗോവിന്ദൻ മാസ്റ്റർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ, പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് M ബാലൻ മാസ്റ്റർ, ഡോക്ടർ M സുർജിത്ത്, ശ്രീധരൻ കൈതപ്രം, ഷമ്മി കൊമ്പൻ, TC രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ലൈബ്രറി പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കോടതി വ്യവഹാരങ്ങളിലെ അമിതമായ ഫീസ് വർധനയ്ക്കെതിരെ കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് അസോസിയേഷൻ കലക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ഫൽഗുണൻ സമരം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷാജി PP അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി സജിത M സ്വാഗതം പറഞ്ഞു. K രാമചന്ദ്രൻ, ശ്രീപ്രഭ UN എന്നിവർ സംസാരിച്ചു. ചിക്കൻ മാലിന്യങ്ങൾ കടകളിൽ നിന്നും കൃത്യമായി ശേഖരിച്ച് നിർമ്മാർജ്ജനം ചെയ്യാൻ അവസരമൊരുക്കുമെന്ന് സുരേഷ് ബാബു ഇളയാവൂർ. കണ്ണൂർ കോർപ്പറേഷൻ പരിസരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിക്കൻ മാലിന്യം ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും വ്യക്തി താൽപ്പര്യങ്ങൾക്കും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും വേണ്ടി കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യമെടുത്തത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോർപ്പറേഷനെയോ ഉദ്യോഗസ്ഥരെയോ അറിയിക്കാതെയാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തിയതെന്നും സുരേഷ് ബാബു ഇളയാവൂർ പറഞ്ഞു. ഈ മാവിനെ ആൾ കല്ലെറിയും. അതുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരെ എന്തും വിമർശനങ്ങൾ
ഇന്ന് തന്നെ എനിക്ക് 1-2 വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എത്രയോ കാലമായി സമൂഹത്തിൽ നിൽക്കുന്ന ആളാണ്, ഒരുപാട് ആളുകളെ കാണുന്ന ആളാണ്. അതുകൊണ്ട് സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ചെറുതല്ലാത്ത പ്രയാസങ്ങൾ അതെല്ലാം ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. യോഗം വാർഡ് കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് ബാബു എളിയാവൂർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സംഘടനയ്ക്ക് കീഴിൽ റെൻഡറിംഗ് പ്ലാൻ തുടങ്ങുവാൻ 51 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ചിക്കൻ വ്യാപാരി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KV സലിം അധ്യക്ഷത വഹിച്ചു. KV ഷാഹുൽ, ഖാലിദ് കക്കാട്, മുഹമ്മദ് മയിൽ, നാസർ കമ്പിൽ, റിയാസ് കമ്പിൽ, നസീർ അത്താഴക്കുന്ന്, സലിം കൊല്ലർത്തിക്കൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി യാസിർ സ്വാഗതവും റിയാസ് മയിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചാല, കണ്ണൂർ. തളിപ്പറമ്പിൽ വൻ തീപിടുത്തം. കത്തിയമർന്നത് ശാതുലിപ്പള്ളിയിലെ മുതുകുടെ വെളിച്ചെണ്ണ മില്ല്. തീ പടർന്നത് പുലർച്ചെയോടെ. ഫയർഫോഴ്സ് എത്തി തീയണച്ചത് അതിസാഹസികമായി. ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റ് വിവാദത്തിൽ പ്രതികരണവുമായി KK രാഗേഷ്. വിവാദം ദൗർഭാഗ്യകരം. തന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിന് ദിവ്യയെ സൈബർ ലോകം ഒറ്റപ്പെടുത്തുന്നു. ഇതെന്തു മര്യാദ എന്നും KK രാഗേഷ്. കുതിച്ചുപാഞ്ഞ കേറ്ററിംഗ് മേഖല കിതക്കുന്നു. അവശ്യ സാധനങ്ങളുടെ അമിതവില തിരിച്ചടിയായി എന്ന് AKCA. അനധികൃത കാറ്ററിംഗുകാരുടെ കടന്നുകയറ്റത്തിന് തടയിടണമെന്ന് P. ജോയി. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ വിശദമായി. ദിവ്യ എസ് അയ്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയുള്ള വിവാദം, കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ദൗർഭാഗ്യകരമെന്ന് KK രാഗേഷ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെയാണ് ദിവ്യ അഭിനന്ദിച്ചത്. ഒരു പ്രൊഫഷണൽ മറ്റൊരു പ്രൊഫഷണലിനെ കുറിച്ച് പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നും KK രാഗേഷ് ചോദിച്ചു. ദിവ്യ എസ് അയ്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലിയുള്ള വിവാദം ദൗർഭാഗ്യകരമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ആരെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇത്തരം അഭിപ്രായം പറയുന്നവരുടെ മുൻ തലമുറയിൽപ്പെട്ട തലമുതിർന്ന നേതാക്കളുണ്ട്. ആ നേതാക്കൾ രാഷ്ട്രീയ എതിരാളികളോട് കാണിച്ചിരുന്ന പരസ്പര ബഹുമാനം എന്തായിരുന്നു എന്നുള്ളത് സ്വയം പഠിക്കുന്നത് നല്ലതായിരിക്കും. പരസ്പര ബഹുമാനത്തോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയം പ്രാകൃതമാണ്, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയമല്ല ബന്ധപ്പെട്ടവർ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ വിധത്തിലാണ് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലാ സെക്രട്ടറി അഭിവാദ്യങ്ങൾ എന്നല്ല പോസ്റ്റ് ചെയ്തത്. സ്ത്രീ എന്ന പരിഗണന നൽകാതെയാണ് സൈബർ ബുള്ളിയിങ് നടക്കുന്നത്. പ്രാകൃത മനസ്സുള്ളവരാണ് വിവാദത്തിന് പിന്നിലെന്നും KK രാഗേഷ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അന്തരിച്ച ഇന്ത്യൻ ചിത്രകാരൻ CN കരുണാകരൻ്റെ ചിത്ര പ്രദർശനം നാളെ സമാപിക്കും. 1999 മുതലുള്ള അപൂർവ ഇനം രചനകളുടെ പ്രദർശനം ഉൾപ്പെടുത്തി കതിരൂരിലാണ് മിത്തിക്കൽ പെർസ്പെക്റ്റീവ് എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചത്. കേരളത്തിൽ എറണാകുളത്തിന് വടക്ക് ആദ്യമായാണ് ഇത്തരത്തിലൊരു പ്രദർശനം സംഘടിപ്പിക്കുന്നത്.
എണ്ണച്ചായം, അക്രിലിക് എന്നിവയുടെ മിശ്രണത്തിലും മറ്റുമായി സിയന്റേത് മാത്രമായ ഒരു വർണ്ണലോകമാണ് കതിരൂരിൽ നിറഞ്ഞത്. CN കരുണാകരൻ 1999 മുതൽ ചെയ്ത അപൂർവ രചനകളുടെ പ്രദർശനമാണ് മിത്തിക്കൽ പെർസ്പെക്റ്റീവ്. കേരള ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പ് ചിത്രശില്പ കലാരംഗത്തുള്ള 2009 പരമോന്നത ബഹുമതിയായ രാജ രവിവർമ്മ പുരസ്കാരം നൽകി ആദരിച്ച ഇന്ത്യൻ ചിത്രകാരനാണ് കേരളീയനായ CN കരുണാകരൻ. ബ്രസീൽ, USA തുടങ്ങിയ രാജ്യങ്ങളിൽ ഒട്ടേറെ കേന്ദ്രങ്ങളിൽ വിജയകരമായി പ്രദർശനങ്ങൾ സംഘടിപ്പിച്ച കരുണാകരൻ ഇന്ത്യൻ ചിത്രകലയിലെ മദ്രാസ് സ്കൂളിന്റെ പ്രതിനിധിയായിരിക്കെ തന്നെ രാജ്യാന്തരമായ ചിത്ര സങ്കല്പങ്ങളെ തന്റേതായ രീതിയിൽ സ്വീകരിക്കുകയുണ്ടായി. 13 വയസ്സ് മുതൽ 73 വയസ്സുവരെ മുഴുവൻ സമയ കലാകാരനായി ജീവിച്ച കരുണാകരൻ ഏതാനും വർഷം കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർപേഴ്സണായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1963 മുതൽ ഇന്ത്യയിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും സംഘപ്രദർശനങ്ങളിൽ തന്റെ രചനകൾ കൊണ്ട് ശ്രദ്ധേയനായ CN കേരളത്തിൽ മാത്രം 30-ൽ പരം സോളോ ഷോകൾ ചെയ്തിട്ടുണ്ട്. നിരവധി മലയാള സിനിമകളുടെ കലാസംവിധായകനായും ഭാഷയിലെ എല്ലാ മുഖ്യധാര പ്രസിദ്ധീകരണങ്ങളിലെ ഇല്ലിസ്ട്രേറ്ററായും ഇദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ എറണാകുളത്തിന് വടക്ക് ആദ്യമായാണ് ഈ വർണ്ണലോകം ആസ്വാദക സമക്ഷത്തിൽ എത്തുന്നത്. രാജ്യത്തെ ആദ്യ ജനകീയ ചിത്രശാലയായ കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ ഉത്സവകാല ചിത്രമേളയായി 2013 അന്തരിച്ച കരുണാകരന്റെ നിറക്കൂട്ടുകൾ ആസ്വാദകർ ഏറ്റുവാങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മുൻ സംസ്ഥാന സ്പോർട്സ് വൈസ് പ്രസിഡന്റും ഗുസ്തി ചാമ്പ്യനുമായ MK രാജരത്നത്തിന്റെ 13ാം ചരമവാർഷികം ഏപ്രിൽ 26-ന് കണ്ണൂരിലെ കായിക പ്രേമികളും അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും തുടങ്ങിയ കൂട്ടായ്മ ഗുരുസ്മരണ റെസ്ലിംഗ് ഫിയസ്റ്റ 2025 മെഗാ ഇവന്റ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 26-ന് ടൗൺ സ്ക്വയറിലാണ് പരിപാടി. ഇതിന് മുന്നോടിയായി ഗുരുസ്മരണക്ക് പ്രശസ്ത ബോളിവുഡ് നടൻ ആമിർ ഖാൻ ആശംസകൾ നേർന്നു. Namaskar. I came to know that the event Guru Smarana is being organized in memory of the renowned wrestling champion Shri MK Rajaratnam on his death anniversary. It is truly commendable to see such initiatives that honor the legacy of great sporting icons and inspire future generations. Wrestling has always been a sport that demands immense dedication, discipline and strength. And remembering a stalwart like Shri Rajaratnam through this event is a wonderful tribute. I sincerely hope this event turns out to be a great success, bringing together athletes, wrestling enthusiasts and well-wishers to celebrate his contributions. Here's wishing the organizers and participants all the very best for a meaningful and memorable event. Namaskar. കേരളത്തിലെ ചെറുകിട വ്യവസായ രംഗത്ത് കുതിച്ചുകയറ്റമുണ്ടാക്കിയ കേറ്ററിംഗ് മേഖല ഇപ്പോൾ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റവും അനധികൃത കേറ്ററിംഗുകാരുടെ കടന്നുകയറ്റവും കാരണം കിതച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P. ജോയ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരും ഭക്ഷ്യവകുപ്പും ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വില കുറച്ച് ബിസിനസ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചതാണ് പ്രധാന കാരണമെന്നും AKCA ഭാരവാഹികൾ പറഞ്ഞു. സമൂഹത്തിൽ ഒരുപാട് പേർക്ക് തൊഴിലും ഉപതൊഴിലും നൽകി അവരെ ആശ്രയിച്ച് ജീവിച്ചു വരുന്ന ഈ മേഖല ഇപ്പോൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. 100 രൂപയുണ്ടായിരുന്ന ബിരിയാണി അരിക്കിപ്പോൾ 140 രൂപയിലെത്തിയിരിക്കുന്നു. അതുപോലെ ഓയിൽ, വെളിച്ചെണ്ണ, പാചകവാതക വില തുടങ്ങി എല്ലാത്തിനും വില കൂടി. എന്നാൽ ഇതിനെല്ലാം ആനുപാതികമായി ഭക്ഷണത്തിന് കസ്റ്റമറിൽ നിന്നും വില കൂട്ടി വാങ്ങാൻ കഴിയുന്നില്ലെന്നും ജോയ് പറഞ്ഞു. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതമായത്. നമുക്കറിയാം, ഇന്ന് വിലക്കയറ്റം വളരെ അതിരൂക്ഷമായി തുടരുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ പാചകവാതകത്തിൻ്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വിലക്കയറ്റം ഒരു ഭാഗത്ത്, വെളിച്ചെണ്ണക്കും ഓയിൽ അടക്കമുള്ള സാധനങ്ങളുടെ വിലക്കയറ്റം ഒരു ഭാഗത്ത്. അതിലേറ്റവും പ്രധാനം ഇപ്പോൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ച് ബിരിയാണി, ഇപ്പോൾ എല്ലാ ആഘോഷ പരിപാടിയിലും ബിരിയാണി ഒരു പ്രധാന ഐറ്റമായിട്ട് ഭക്ഷണ വസ്തുവായി ഉപയോഗിക്കപ്പെടുകയാണ് കേരളത്തിൽ. അതുപോലെ തന്നെ നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ തന്നെ യഥേഷ്ടം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അരിക്ക് വളരെ ഭീകരമായ രീതിയിലാണ് വിലക്കയറ്റം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ 90 രൂപ 100 രൂപ റേറ്റുള്ള ജീരകശാല, കൈമ തുടങ്ങിയ അരിക്ക്, ബിരിയാണി റൈസിന് 140 രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇപ്പം വന്നിരിക്കുകയാണ്. 140 രൂപയാണ് ഇപ്പം വില വർദ്ധിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ 1-2 മാസം മുമ്പാണ് കസ്റ്റമറുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുക. പക്ഷെ അതിന് ശേഷമുള്ള വിലക്കയറ്റം
നമ്മൾ ആ കസ്റ്റമറുമായി സംസാരിച്ചിട്ട് അതിൻ്റെ പൈസ വർദ്ധിപ്പിച്ച് തരുവാൻ കസ്റ്റമർ തയ്യാറാകുന്നില്ല. വളരെ ഭീകരമായ രീതിയിലാണ് കാറ്ററിംഗ് മേഖല ഇപ്പം വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ പ്രതിസന്ധി നേരിടുന്ന മേഖലയെ തകർക്കാൻ എന്നോണം അനധികൃത കേറ്ററിംഗുകാരുടെ കടന്നുകയറ്റവും വില കുറച്ച് ബിസിനസ് ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. ഇത്തരക്കാർ പാചകങ്ങൾക്ക് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഗുണനിലവാരം ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും ഭാരവാഹികൾ ആരോപിക്കുന്നു. സർക്കാരും ഭക്ഷ്യവകുപ്പും ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. കുതിച്ചുപാഞ്ഞ കേറ്ററിംഗ് മേഖല ഇപ്പോൾ കിതക്കുന്നു. AKCA പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി വിൻസെന്റ് തോമസ്, മേഖലാ പ്രസിഡന്റ് പ്രിനന്ദ്, P. ഉമ്മർ, നാരായണൻ നമ്പൂതിരി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലെ എയ്ഡ് പോസ്റ്റുകളിൽ മിക്കതും പ്രവർത്തനരഹിതം. പ്രധാന സ്ഥലങ്ങളായ പഴയ ബസ് സ്റ്റാൻഡിൽ എയ്ഡ് പോസ്റ്റ് പേരിന് മാത്രമെന്നും പരാതി. നിത്യേന 100 കണക്കിന് ആളുകൾ പോകുന്ന സുരക്ഷ ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം ഉദ്യോഗസ്ഥരെ കാണാനേ ഇല്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. തുറക്കാത്ത എയ്ഡ് പോസ്റ്റുകളിൽ ആരൊരുക്കും ജനങ്ങളുടെ സുരക്ഷ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. റെയിൽവേ സ്റ്റേഷൻ, മാർക്കറ്റ് എന്നിവിടങ്ങളിലെ സ്ഥിതി ഇത് തന്നെ. പഴയ ബസ് സ്റ്റാൻഡിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ച എയ്ഡ് പോസ്റ്റ് അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നേരം ഇരുട്ടിയാൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. ചെറുതും വലുതുമായ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതുകൂടാതെ അനാശാസ്യ പ്രവർത്തനങ്ങൾ വേറെയും. രാത്രിയായാൽ മദ്യപിച്ചെത്തുന്നവർ ഉൾപ്പെടെ എയ്ഡ് പോസ്റ്റിൽ കയറി കിടന്നുറങ്ങുന്ന അവസ്ഥയാണ്. എയ്ഡ് പോസ്റ്റുകൾ പ്രവർത്തിക്കാത്തതിന് കാരണം മതിയായ പോലീസുകാരില്ലാത്തതാണ്. രാത്രി നേരം വൈകിയെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ പേടിയോടെയാണ് നഗരത്തിൽ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് കെ കണ്ണപുരത്ത് സ്ഥിതി ചെയ്യുന്ന അണ്ണൻ കോളനി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്വാർട്ടേഴ്സിന് 25,000 രൂപ പിഴ ചുമത്തി. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന പ്രദേശത്ത് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ളവ കൂട്ടിയിട്ട് തത്സമയം കത്തിക്കുന്നതായി സ്ക്വാഡ് കണ്ടെത്തി. ക്വാർട്ടേഴ്സിന്റെ കുളിമുറിയിൽ നിന്നുള്ള മലിനജലം സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഡ്രൈനേജിലേക്ക് ഒഴുക്കിവിടുന്നതായും പരിശോധനയിൽ കണ്ടു. ക്വാർട്ടേഴ്സിന്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കിണറിൽ മദ്യക്കുപ്പികൾ തള്ളിയിരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. ക്വാർട്ടേഴ്സ് പരിസരങ്ങളിൽ പലയിടങ്ങളിലായി ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നതും സ്ക്വാഡ് പരിശോധനയിൽ കണ്ടെത്തി. ക്വാർട്ടേഴ്സിന് ജൈവ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമില്ല എന്നും സ്ക്വാഡിന് ബോധ്യപ്പെട്ടു. ക്വാർട്ടേഴ്സിന് 25,000 രൂപ പിഴ ചുമത്തുകയും ഖരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നിർദ്ദേശം ക്വാർട്ടേഴ്സ് നടത്തിപ്പുകാരന് നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗങ്ങളായ ഷെരീഖുൽ അൻസാർ, അലൻ ബേബി, കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് ആകാശ് MR തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണ്ണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,815, പവന് 70,520 രൂപ, വെള്ളി 110 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. തളിപ്പറമ്പിൽ വൻ തീപിടുത്തം. കത്തിയമർന്നത് ശാതുലിപ്പള്ളിയിലെ മുതുകുടെ വെളിച്ചെണ്ണ മില്ല്. തീ പടർന്നത് പുലർച്ചെയോടെ. ഫയർഫോഴ്സ് എത്തി തീയണച്ചത് അതിസാഹസികമായി. ദിവ്യ S. അയ്യരുടെ പോസ്റ്റ് വിവാദത്തിൽ പ്രതികരണവുമായി KK രാഗേഷ്. വിവാദം ദൗർഭാഗ്യകരം. തന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിന് ദിവ്യയെ സൈബർ ലോകം ഒറ്റപ്പെടുത്തുന്നു. ഇതെന്തു മര്യാദ എന്നും KK രാഗേഷ്. കുതിച്ചുപാഞ്ഞ കേറ്ററിംഗ് മേഖല കിതക്കുന്നു. അവശ്യ സാധനങ്ങളുടെ അമിതവില തിരിച്ചടിയായി എന്ന് AKCA. അനധികൃത കേറ്ററിംഗുകാരുടെ കടന്നുകയറ്റത്തിന് തടയിടണമെന്ന് P. ജോയി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.